ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂർക്കുന്നില്ല. എന്നാൽ ശലോമൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം സ്വർഗരാജ്യത്തിൻ്റെ ഒരു മർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ താൻ ഈ ലോകത്തിൽ വന്ന കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ദൈവം പലപ്പോഴും യേശു ഉപമകളിൽ കൂടെയാണ് പഠിപ്പിക്കാറ്. അതേപോലെ തന്നെ ഇപ്പോൾ ദുഃഖപ്പെട്ട് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ നോക്കി ദൈവം പറയുന്ന ഒരു കാര്യം, കാട്ടിൽ വളരുന്ന ഒരു പുഷ്പം അത് ഒരിക്കലും നൂർക്കുന്നുമില്ല, അതിനുവേണ്ടി ഒന്നും അധ്വാനിക്കുന്നില്ല. പക്ഷെ അതിനെ കർത്താവ് എങ്ങനെ പോറ്റി പുലർത്തുന്നു, അല്ലെങ്കിൽ എത്ര ഭംഗിയായി അത് വരുന്നു എന്ന് കാണുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പുഷ്പത്തിൻ്റെ, കാട്ടിൽ വീഴുന്ന ഒരു പുഷ്പത്തിൻ്റെ ഒരു മഹത്വത്തിൽ പോലും ശലോമൻ ഞാൻ അന്ന് ഇരുന്നില്ല എന്ന് വചനം പറയുന്നു. അപ്പം അങ്ങനെ ഒരു കാട്ടിൽ വിരിഞ്ഞ് ഇന്ന് നാം നോക്കുകയും നാളെ അടുപ്പത്തിടുകയും ചെയ്യുന്ന ആ ഒരു പുഷ്പത്തിനെ ഇത്രയധികം ദൈവം പോഷിപ്പിച്ചാൽ നമ്മെ പോഷിപ്പിക്കുന്നത് എത്ര അധികം എന്ന് പറയുന്ന അല്പവിശ്വാസികളെ എന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ അവിശ്വാസങ്ങളെ വിട്ട് ദൈവസന്നിധിയിലേക്ക് വരുവാനും ദൈവസന്നിധി തന്നെ ഉറച്ച് നാം ഇരുപ്പാനും ദൈവസന്നിധി നമ്മുടെ കാര്യങ്ങളെ കൊടുത്ത് കർത്താവ് നമ്മെ പോറ്റും എന്നുള്ള ആ ഒരു ദൃഢ മനസ്സോടുകൂടെ ദൈവസന്നിധി ഇരുപ്പാൻ നമുക്ക് അവിശ്വാസങ്ങൾ നീങ്ങുമെണ്ണം വിശ്വാസം കൊണ്ട് നിറപ്പാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.